37 സംഘടനകളുടെ ഐക്യവേദി. പത്തനംതിട്ട മണ്ഡലത്തിൽ വിശ്വാസികളായി 1,10,000 പേർ. ഇതിൽ 40,000 പേർക്ക് രാഷ്ട്രീയമുണ്ട്. അവശേഷിക്കുന്നതിൽ 30,000 പേരുടെ വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുമെന്ന അവകാശവാദം മുൻനിർത്തിയാണ് ഇടതിനുള്ള പിന്തുണ. ഡോക്ടർ തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റൊരു തലത്തിൽ പറയേണ്ട കാര്യമില്ല, തർക്കങ്ങളില്ല. മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, ആ കാര്യങ്ങൾ പലതും ചെയ്തു തന്നിട്ടുണ്ട്. മതന്യൂനപക്ഷങ്ങൾ ഭീഷണികൾ നേരിടുന്നു. ആരാധനാ സ്വാതന്ത്ര്യമില്ല. പാസ്റ്റർമാർ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ തുടരുന്നു. മൃതദേഹം സംസ്കരിക്കുന്നതിനു പോലും ചിലയിടങ്ങളിൽ അനുമതി നിഷേധിക്കുന്നു. മണിപ്പൂർ വിശ്വാസികളുടെ മനസ്സിൽ കെട്ടടങ്ങിയിട്ടില്ല. മണിപ്പൂർ വിഷയത്തിൽ കാര്യമായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ക്രൈസ്തവർ ഏകദേശം 1,20,000 വോട്ടുകളുള്ള പത്തനംതിട്ട പാർലമെന്റ് ഇന്ന് ജയിച്ചു പോയ ആന്റണി ഉൾപ്പെടെയുള്ളവർ പലരും നിസ്സംഗമായി നിൽക്കുകയായിരുന്നു ഉണ്ടായത്. ആദ്യമായാണ് തിരഞ്ഞെടുപ്പ് രംഗത്ത് രാഷ്ട്രീയ പിന്തുണ പരസ്യപ്പെടുത്തുന്നതെന്നും ഗതികേട് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നുമാണ് വിശദീകരണം. കഴിഞ്ഞ 5-6 മാസമായിട്ട് നോർത്ത് ഇന്ത്യയിൽ ഞങ്ങളുടെ മിഷണറിമാരെ അകാരണമായി മർദ്ദിക്കുക, ഞങ്ങളുടെ പള്ളികൾ തകർക്കുക, ഇങ്ങനൊരു സംഭവം നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ട് പോലും നമ്മൾ വോട്ട് കൊടുത്ത ജയിപ്പിച്ച MP-മാർ ഞങ്ങളെ സഹായിച്ചിട്ടില്ല. തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ പ്രവർത്തനം നിരീക്ഷിക്കുമെന്നും പ്രതീക്ഷകൾക്കൊപ്പം ഉയരുന്നില്ലെന്ന് വന്നാൽ ഭാവി തിരഞ്ഞെടുപ്പുകളിൽ വേറിട്ട നിലപാടുകൾ സ്വീകരിക്കുമെന്നുമാണ് വിശദീകരണം. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.